രണ്ടാം സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവം അയച്ച ദൂതന്മാർ ഹാനോക്കിനെ മൂന്നാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീർന്നു. എന്നിട്ട് അവിടെ പറയുന്നു, ദൂതന്മാർ ഹാനോക്കിനെ പാരഡൈസിൻ്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അകത്ത് ഹാനോക്കിനെ കൊണ്ടു നിർത്തി. ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മൂന്നാം സ്വർഗത്തിൽ പാരഡൈസ് മാത്രമല്ല ഉള്ളത്. മൂന്നാം സ്വർഗത്തിൽ എത്തിച്ചപ്പോൾ ഹാനോക്കിനെ ആദ്യമേ കൊണ്ടു നിർത്തിയത് പർദീസ, പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊണ്ടു നിർത്തിയത്. അവിടെ ഹാനോക്ക് കണ്ട കാഴ്ചകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ഹാനോക്ക് കണ്ടത് നല്ല സന്തോഷമുള്ള സ്ഥലം, പ്ലേസ് ഓഫ് പ്ലസൻനെസ്. നമ്മൾ വലിയ സന്തോഷം എന്നൊക്കെ പറയത്തില്ല, അതിലോട്ട് ഇന്ന് വരെ കാണാത്ത ഒരു സന്തോഷം ഹാനോക്ക് അവിടെ കാണുവാൻ ഇടയായിത്തീർന്നു. ഒന്നാം സ്വർഗത്തിൽ വലിയ സന്തോഷം ഒന്നും കാണുവാൻ ഇടയായിത്തീർന്നില്ല. രണ്ടാം സ്വർഗത്തിലും സന്തോഷമില്ലായിരുന്നു, അവിടെ ദുഃഖവും നിലവിളിയായിരുന്നു കൂടുതലായിട്ടുമുള്ളത്. പക്ഷെ മൂന്നാം സ്വർഗത്തിലേക്ക് വന്നപ്പോൾ, പാരഡൈസിൽ വന്നപ്പോൾ ഹാനോക്ക് വലിയൊരു സന്തോഷം ഹാനോക്കിൻ്റെ അകത്ത് ഫീൽ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. രണ്ട്, അവിടെയുള്ള എവറി ട്രീ ഇൻ ഫുൾ ഫ്ലവർ, എല്ലാ മരങ്ങളും അല്ലെങ്കിൽ എല്ലാ സസ്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഭംഗിയുള്ള മരങ്ങൾ, നല്ല പൂക്കൾ, അവിടുത്തെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതിമനോഹരമാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, സ്വർഗത്തിലെ മല്ലന്മാരെ പോഷിപ്പിച്ച മന്ന എന്ന് പറയുന്നതിൻ്റെ കൂട്ട് അതിൻ്റെ സ്വാദ്, നല്ല സ്വാദുള്ള ഫുഡാണ് ഹാനോക്ക് അവിടെ കണ്ടത്. പിന്നെ അവിടുത്തെ മണം, ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന ഒരു മനസ്സിനകത്ത് സന്തോഷം തരുന്ന, മനസ്സിൽ സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള സുഗന്ധമാണ് ആ സ്ഥലത്തുള്ള, പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. അവിടെ ഹാനോക്ക് കണ്ട മറ്റൊരു രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ദൈവം ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ചിട്ട് അവിടെ ഏദൻ തോട്ടത്തിലാക്കിയെന്നൊരു വാക്യമുണ്ട്, മീൻസ് ഒരു പോർഷൻ ഉണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ. ഇങ്ങോട്ട് സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരണത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം ആദാമിനെ ഹവ്വയും ഏദൻ തോട്ടത്തിലാക്കി. ആദാമിനെയാണ് ആദ്യം ഏദൻ തോട്ടത്തിലാക്കിയത്. അപ്പോൾ അവിടെ ഏദൻ തോട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ നമുക്കൊരു 4 നദികളെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ 4 നദികൾ ഹാനോക്ക് ഈ പാരഡൈസ്, മൂന്നാം സ്വർഗത്തിൽ പർദീസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹാനോക്ക് കാണുവാനിടയിൽ തീർന്നു. ആ നദികൾ ബൈബിളിൽ പറയുന്നതിൻ്റെ കൂട്ട് നല്ല ഭംഗിയുള്ള നദികൾ, അതിന് ചുറ്റും ഫലപുഷ്ടമായ സ്ഥലങ്ങൾ, അവിടുത്തെ സസ്യങ്ങൾ ഫലപുഷ്ടമുള്ളത്, സൗന്ദര്യമുള്ളത്, മണമുള്ളത് എന്ന് പറയുന്നതിൻ്റെ കൂട്ട് ആ പാരഡൈസ് എന്ന് പറയുന്ന സ്ഥലത്തും ഹാനോക്ക് 4 നദികൾ കാണുവാൻ സാധിച്ചു. അടുത്തതായിട്ട് ഹാനോക്ക് കണ്ടത്, പർദീസിൽ ഹാനോക്ക് കണ്ട അടുത്തത് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഏദൻ തോട്ടത്തിൽ കണ്ടിരിക്കുന്നത് പോലെ ഒരു കാഴ്ചയാണ് ഹാനോക്ക് അവിടെ കണ്ടത്. ട്രീ